സ്ലീഹ ഒന്നാം വ്യാഴം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 40 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. അവസാന വിധി. യുഗാന്തോത്മക ചിന്ത. മത്തായി 16:27, 19-28 ഏതാണ്ട് സമാനമായ രീതിയിൽ നാം വായിക്കുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 13 മുതൽ 14 വരെ യുഗോന്തോത്മക ചിന്തയുടെ ചില സൂചനകൾ ഉണ്ടെങ്കിലും വിധിയാളനായ മനുഷ്യപുത്രനെ കുറിച്ചുള്ള ചിന്തകൾ ഇവിടെ മാത്രമാണ് കാണുക. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 20-ാം അധ്യായം 11 മുതൽ 15 വരെ വായിക്കുന്ന യുഗാന്തോത്മക ചിന്തകൾക്ക് മുമ്പ് മത്തായി തൻ്റെ സുവിശേഷം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇവിടെ പരാമർശിക്കപ്പെടുന്ന ജനതകൾ യേശുവിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന ആനുകൂല്യം ഇനി യേശുവിൽ വിശ്വസിക്കുന്നവരുടെ അവകാശമാണ്. ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതകൾക്ക് നൽകപ്പെടും. അങ്ങനെ ജനതകൾക്ക് ഒരു സാർവത്രിക മാനം നൽകുന്നു. തലചായ്ക്കാൻ ഇടമില്ലാത്ത മനുഷ്യപുത്രൻ, പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുള്ള മനുഷ്യപുത്രൻ, പീഡകൾ സഹിക്കുകയും വധിക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന അതേ മനുഷ്യപുത്രൻ തന്നെയാണ് യുഗാന്ത്യത്തിൽ വിധികർത്താവായി പ്രത്യക്ഷപ്പെടുന്നത്. രക്ഷയ്ക്കു വേണ്ടി 6 ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് യേശു ഇവിടെ എടുത്തു പറയുന്നത്. പഴയ നിയമത്തിൽ ജോബ് 22-ാം അധ്യായം 6 മുതൽ 9 വരെ എന്നിവ വെറും ഭക്തിയുടെ അടയാളങ്ങളാണെങ്കിൽ, പുതിയ നിയമത്തിൽ എളിയ സഹോദരങ്ങൾക്ക് ചെയ്യുന്ന ഈ നന്മ പ്രവൃത്തികൾ യേശുവിനെ നേരിട്ട് ചെയ്യുന്നവയായി മാറുന്നു. അവയുടെ നിഷേധം യേശുവിനെ നിഷേധിക്കുന്നതും ഇതുവരെ രക്ഷയ്ക്ക് നിദാനം, മാനസാന്തരവും, വചനമനുസരിച്ചുള്ള ജീവിതവും, കൽപ്പനകളുടെ അനുസരണവും, കുരിശു വഹിച്ചുകൊണ്ടുള്ള അനുഗമനവും, ഹൃദയശുദ്ധിയും ഒക്കെയായിരുന്നെങ്കിൽ അവയെ നിഷേധിക്കാതെ തന്നെ ഇവയുടെയെല്ലാം ബാഹ്യമായ അടയാളം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവൻ്റെ ആദ്യ പ്രബോധനങ്ങൾ സ്വയം വിശുദ്ധീകരണത്തിലാണ് അടങ്ങിയിരിക്കുന്നതെങ്കിലും അന്യരിൽ ദൈവത്തെ ദർശിക്കാൻ കഴിയുമ്പോഴാണ് അത് പൂർത്തീകരിക്കപ്പെടുക. അതാണ് പുതിയ നിയമത്തിൻ്റെ വ്യക്തിഗത